അഡ്വൈസ് കൊടുത്താലും കുട്ടികളുടെ ചില നേച്ചറിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഇതിനൊരു പരിശീലനം വേണം. ഈ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷ്ണു സഹസ്രം. ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ നാമജപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ക്രമേണ കൂടും. ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്തോറും വേറൊന്നിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറയും. അപ്പം പഴയ വാസനകളുടെ സ്വാധീനം, ഇത് സയൻസാണ് ഈ പറയുന്നത്, ഇതൊന്നും ബ്ലൈൻഡ് ബിലീഫ് അല്ല. അങ്ങനെയല്ലേ? ഒന്നിലേക്ക് തന്നെ ഫോക്കസ് കൂടുമ്പോൾ വേറൊന്നിലേക്കുള്ള താല്പര്യം കുറയും. അപ്പൊ പഴയ വാസനകൾ ക്രമേണ ആ എനർജി എന്തായി മാറി? പുതിയൊരു ശീലമായി മാറി. അത് കഴിഞ്ഞ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ അതിലങ്ങനെ ഒരു രസം പിടികിട്ടിയിരിക്കുക, ഒരു സന്തോഷം കിട്ടിയിരിക്കുക. അതൊരു കൂടുതൽ ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറും, ഒരു മനോബലമായിട്ട് മാറും. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ, എനിക്കിത് സാധിക്കും. ഉള്ളിലുള്ള ഇന്റലിജൻസ് അത് ഉണരും, ഉള്ളിലുള്ള ഒരു ആത്മസുഖം ഉണരും. അപ്പൊ ഒരു ഓൾ ടുഗദർ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വിഷ്ണു സഹസ്രനാമം. നമ്മുടെ അച്ഛനമ്മമാർ അറിയാതെ പോയൊരു കാര്യം, ഇനിയുള്ളൊരു പരിണാമം ഉണ്ടാവണമെങ്കിൽ അത് മനസ്സിന്റെ തലത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ശരീരതലത്തിൽ ഇനി മനുഷ്യൻ എങ്ങോട്ടും മാറാനില്ല. ഉണ്ടോ? മനസ്സിന്റെ തലത്തിലുള്ളൂ. അവിടെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ല. ചിലർ ഓവർ നെഗറ്റീവ് ഇമോഷൻ ഉള്ളവരാണ്. ഭയങ്കര ദേഷ്യം, ഭയങ്കര എടുത്തുചാട്ടം, ഭയങ്കരമായിട്ടുള്ള വാശി, ഇല്ലേ? ചിലർക്ക് ഹൈലി ഇന്റലക്റ്റ് ആണ്, പക്ഷെ വേറെ ഒന്നിലും അവർക്ക് ഒരു താല്പര്യവും, അവരവരവരുടെ കാര്യമായിട്ട് നടക്കും. വേറെ ചിലവർ ഒന്നും ചെയ്യേയില്ല എന്നാൽ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് നടക്കും. വേറെ ചിലർ വളരെ സെൽഫിഷാണ്, മറ്റുള്ളവരെ യാതൊരു പരിഗണനയും കാണിക്കില്ല. ഇങ്ങനെ പലരുടെയും പേഴ്സണാലിറ്റിയിൽ പല കുറവുകളും പോരായ്മകളും ഉണ്ടായിരിക്കും. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണെങ്കിൽ ഈ നാമജപത്തിലൂടെയൊക്കെ കുറേ വ്യത്യാസം അവരവർക്ക്, അറ്റ്ലീസ്റ്റ് അവരവർക്ക് ഒരു അവയർനെസ് ഉണ്ടായാൽ തന്നെ വലിയ വ്യത്യാസമാണ്, അല്ലേ? എൻ്റെ സ്വഭാവം ഒന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ഒരു പഴയ ഒരു നേച്ചറിൽ ജീവിച്ചാൽ പോരാ, അതിനെങ്കിലും അവർക്കൊരു ഓപ്പൺ ഒരു മൈൻഡ് കിട്ടണമെങ്കിൽ ഈ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ കുട്ടികളെ ഉണ്ടല്ലോ ക്രമേണ പരിശീലിപ്പിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ ആ വിഷ്ണു സഹസ്രനാമം അതൊരു വലിയ ഒരു പരിവർത്തനത്തിന്റെ, പരിണാമത്തിന്റെ ആവശ്യമുള്ളൊരു സാധനല്ലേ? ആണോ അല്ലയോ? നമുക്ക് ഹിന്ദു സമൂഹത്തിന് ഇതൊന്നും വലിയ ബോധ്യം വന്നില്ല. ഈ തൊഴുതു പോകുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടത്, അല്ലാതെ ഇരുന്ന് നാമം ജപിക്കുക എന്നുള്ളൊരു സംസ്കാരം നമുക്ക് വളരെ കുറവാണ്. ഇതൊക്കെ ഇനി ക്രമേണ നമുക്ക് രാവിലെ കുട്ടികളൊക്കെ അമ്പലത്തിൽ വന്ന് ഒന്നിച്ച് നാമം ജപിക്കുന്ന, വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരണം. ഇനിയിപ്പോ ഏപ്രിൽ മെയിലൊക്കെ വെക്കേഷനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ട്യൂഷനൊന്നുമില്ല. ഉണ്ടോ? എന്നാൽ നമ്മുടെ കുട്ടികൾ നോക്കൂ, രാവിലെ 8-9 മണി വരെ കിടന്നുറങ്ങും. കാരണം അച്ഛനമ്മമാർ അങ്ങനെ ശീലിപ്പിച്ചു പോയി. ഒരു കാലത്ത് ഒരു 6 മണിക്കൊക്കെ എണീന്ന് 5 മണിക്ക് 5:30 എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ വന്ന് ഒന്നിച്ചൊക്കെ ഒരു നാമം ചൊല്ലുന്നൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടികൾ എവിടെ എത്തുമായിരുന്നു? ഇന്ന് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നോക്കൂ. എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലിയില്ല. എഡ്യൂക്കേഷൻ സത്യമല്ലേ ഇത്? എഡ്യൂക്കേഷൻ ഉണ്ട്, പലയിടത്തും പ്രോപ്പർലി ഫിറ്റ് അല്ല, പല ജോലിയിലും. അപ്പൊ എന്താണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ മാത്രം പ്രാധാന്യം കൊടുത്തു? പക്ഷെ ആ കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമോ, ഒരാളുടെ ക്യാരക്ടറിൽ മാറ്റം ഉണ്ടാവേണ്ട കാര്യമോ, ഒരാളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമോ, ഒരാളുടെ ഈഗോ കുറേയും കൂടിയും സബ്മിഷൻ ചെയ്യേണ്ടതുണ്ടെന്നോ, ഇതൊന്നും പാരൻസിന് വിചാരമില്ല. അതുകൊണ്ട് കുറേ സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യും, അല്ലെങ്കിൽ കുറെ ഫൈറ്റ് ചെയ്ത് ജോലി ചെയ്യും. മനസ്സിലായില്ലേ? അത് കുറേ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായി കുറെ കഴിഞ്ഞാൽ കാണാം ഒക്കെ അസുഖമായിട്ട്, ഓരോരോ മാനസിക പ്രശ്നങ്ങളായിട്ട് വീട്ടിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടോ? പറയും ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ?
കണ്ടില്ലേ, ഞാൻ അടുത്ത കാലത്ത് ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. അപ്പൊ എന്നെ കാണാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നു. ഈസ് ഇൻ എ ഹൈ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അയാൾ ലെവലില് ഇപ്പം ഭയങ്കര ഒരു മെന്റൽ ഡിപ്രഷനിൽ പോവാണ്. കാരണം ഹൈ ലെവലിൽ പോകുമ്പം അവരുടെ എക്സ്പെക്ടേഷൻ ഒക്കെ ടാർഗറ്റുകളൊക്കെ വലിയ കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ വലിയ 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 ഈ പ്രൊജക്റ്റുകളും അതും ഇതൊക്കെ തയ്യാറാക്കണം. ഇവള് തയ്യാറാക്കിയപ്പോൾ അതിലെന്തോ ഒരു ന്യൂനത വന്നപ്പം ഭയങ്കരമായിട്ട് ഇവളെ ഹരാസ് ചെയ്തു മെന്റലി. അതങ്ങോട്ട് ഭയങ്കരമായിട്ട് കൊണ്ടുപോയി. ഇതിൽ ഭയങ്കര ഒരു മെന്റൽ ഡിപ്രഷനൊക്കെ വന്ന് ഇന്നിപ്പോ ജോലിക്കും പോകാൻ താല്പര്യമില്ല, ആരെയും കാണാനും താല്പര്യമില്ല. IIT കഴിഞ്ഞ ടീമാണ്, നോക്കണം, IIT കഴിഞ്ഞ ടീമാണ്. പക്ഷെ ഒന്നിനൊരു താല്പര്യമില്ല, ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, നിങ്ങളൊക്കെ ഈ IIT-യിൽ അഡ്മിഷൻ കിട്ടാനാണ് നിൽക്കുന്നത്. പക്ഷെ നാളെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്രൈസിസുകളെ എങ്ങനെ ഇവര് മാനേജ് ചെയ്യുക, അതിനുള്ളൊരു മൈൻഡ്, മെച്ചോർഡ് മൈൻഡ് ഇവർക്കുണ്ടോ നിങ്ങൾക്കൊരു വിഷയമല്ല. നമ്മൾ ഹിന്ദുക്കൾ അത്ര ജന്തുക്കളായി പോയി അല്ലേ? ശരിയല്ലേ? ടോട്ടലി മൈൻഡിനെ ഇഗ്നോർ ചെയ്ത് ജീവിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? പടച്ചവൻ നോക്കുന്നാണോ? ദൈവം തമ്പുരാൻ നോക്കുന്നാണോ? അത് കൃഷ്ണനൊന്നും പറഞ്ഞത് നമ്മൾ പഠിച്ചില്ല. കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഗീതയില് 6-ാം അധ്യായത്തിൽ. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെക്കണം. 6-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായൂരിവ സുദുഷ്കരം. ഇതൊന്നും നമ്മൾ പഠിക്കില്ല, അതല്ലേ നമ്മുടെ പ്രശ്നം. ആരും ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. ഒക്കെ ഈ തൊഴുതുപോയി പോവുകയാണ് അമ്പലത്തില്. ഒരു നിമിഷം ഈ പുസ്തകങ്ങളിലൊക്കെ എന്താണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഋഷിവര്യന്മാര് പറഞ്ഞിരിക്കുന്നത് ആര് പഠിക്കുന്നു? അപ്പൊ അറിവുമില്ല, അറിവിനനുസരിച്ച് അറിവൊട്ട് നേടാനും ശ്രമിക്കുന്നില്ല, ഇതൊന്നും പരിശീലിക്കുകയില്ല, തൊഴുതു പ്രാർത്ഥിച്ച് പോവുകയാണ്. ഈ പ്രാർത്ഥന എന്നുള്ള വലിയൊരു അബദ്ധം ഉണ്ടല്ലോ, ഹിന്ദുവിന്റെ തലയിൽ കയറിപ്പോയി. ഈ തൊഴുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇത് പൊട്ട ഭക്തിയാണത്. ഇതിനല്ല അമ്പലം വെച്ചിരിക്കുന്നത്. നിങ്ങൾ വഴിതെറ്റിക്കരുത് കുട്ടികളെ. നോക്കൂ, നിങ്ങൾ ആ ശ്ലോകം എടുത്ത് നോക്കൂ, ഗീതയൊക്കെ വായിക്കൂ. വായും പൊളിച്ചിരിക്കരുത് നിങ്ങൾ, ഈച്ച കയറുകയുള്ളൂ. എന്താണ്? ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം. കണ്ടു ശ്ലോകം? കണ്ടു? ഇത് കുട്ടികളെ പഠിപ്പിക്കൂ നിങ്ങൾ. നാളെ അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രോക്ക് വന്ന് തകരാറിരിക്കണമെങ്കിൽ, നാളെ അവരുടെ ജീവിതത്തിൽ കണ്ടില്ലേ, എന്താണ്, ഒരു RDO തൂങ്ങി മരിച്ചു കണ്ടില്ലേ? ഓരോ ദിവസം നോക്കൂ നിങ്ങൾ പത്രത്തില് എത്ര ആളുകളാ തൂങ്ങി മരിക്കുന്നത്. എന്തേ തൂങ്ങി മരിക്കാൻ കാരണം? അവര് നേരിടുന്ന ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാനുള്ളൊരു മനോബലമില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കുറെ ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. അത് ഇന്നാണെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ ഒരുപാട് പുസ്തകജ്ഞാനം മാത്രമേ ഉള്ളൂ, ജീവിതവുമായിട്ട് അവർക്ക് യാതൊരു ഒരു ബന്ധവുമില്ല. അതുകൊണ്ടോ എളുപ്പത്തിൽ മാനസികമായി താളം തെറ്റാൻ സാധിക്കുന്ന കുട്ടികളാണെന്ന് അല്ലേ? കേരളത്തിൽ വളരെ കൂടുതലാണ്. പണ്ടൊരു കാലത്ത് നോക്കൂ നിങ്ങൾ, കേരളീയർ വളരെയധികം ഒരു ഏത് തരത്തിലുള്ള ടഫ് ജോലിക്കും പറ്റുന്നവരായിരുന്നു. ഇന്നിപ്പോ കേരളത്തിലെ കുട്ടികളെ ആർക്കും വേണ്ടാതായിപ്പോയി. ഇന്നിപ്പോ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു കുറെ വിദ്യാഭ്യാസം ഉണ്ട് എന്നല്ലാതെ പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം ഹിന്ദുവിന് കുറവാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾ ഈ മൂവാറ്റുപുഴ അല്ലെങ്കിൽ നിങ്ങളുടെ ഈവൺ ഇവിടെ തന്നെ പെരുമ്പാവൂരോ കാലടിക്ക് പോയി, ഈവൺ എറണാകുളം സിറ്റി, ഏത് മൊബൈൽ ഷോപ്പും ടെക്നോളജി ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഹാൻഡിൽ ചെയ്യുന്നു. അവരിത് എങ്ങനെങ്കിലും പഠിച്ചെടുത്ത് അവരൊരു ജോലി ഉണ്ടാക്കി. ഉണ്ടോ ഇല്ലയോ? അവരെങ്ങനെ ബിസിനസ് ഉണ്ടാക്കണമെന്നോ? എനിക്കറിയുന്ന ഒരു മുസ്ലിം, നമ്മുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാള്, ഇത് ഗുഡ് ബിസിനസ്മാനാണ്. ആള് മുസ്ലിം ഒക്കെ ആണെങ്കിൽ അദ്ദേഹം സാധാരണ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ പോലെയല്ല, വളരെയധികം ഒരു നല്ലൊരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ ഇദ്ദേഹം, ഞാനൊരു ഹോസ്പിറ്റൽ പണിയുന്നുണ്ടായിരുന്നു അവിടെ ആശ്രമത്തില്. അപ്പൊ എന്നോട് പറഞ്ഞ സകല സാധനം നമുക്ക് ഗുജറാത്തിൽ നിന്ന് ഓർഡർ സാധനം.
ഈ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ പകുതിയുടെ പ്രൈസിൽ ഒറിജിനൽ സാധനം. ഞാൻ ചോദിച്ചു നിനക്കിതൊക്കെ എങ്ങനെയാ അറിയുന്നത്? പറഞ്ഞു എന്റെ ജോലി ഇതാണ്. അത്ര നമ്മുടെ ഹിന്ദുക്കൾ ആ വഴിക്ക് ഇല്ലേ സത്യത്തില്. ഇത് ഈ പുസ്തകവും വായിച്ച് രാഷ്ട്രീയവും പറഞ്ഞ് കൊടിയും പിടിച്ച് ചിന്താവാദം വിളിച്ച് ഒരു ഗതിയില്ല, ഒരു പൈസയില്ല, ഉള്ള ലോണും കൊടുത്തിട്ട് എന്നിട്ട് തൂങ്ങിച്ചാവ് തന്നെ. നിങ്ങൾ നോക്കി, ഈ കോപ്പറേറ്റീവ് ബാങ്ക് 90% ലോൺ എടുത്തിട്ടുണ്ടാവും ഹിന്ദുക്കളായി. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തേ നമ്മളിങ്ങനെ അധപ്പതിച്ചു പോയത്? കാരണം നമ്മൾ ഈ വെറും പുസ്തകം മാത്രമേ ഉള്ളൂ. അവർ പള്ളിയിൽ പോയാൽ പലരെയും കാണുന്നു, പലരായിട്ട് ഇടപഴകുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലേ? അവരുടെ വെള്ളിയാഴ്ച പള്ളി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദറാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, നിനക്കെന്താ ജോലിയൊന്നുമില്ലേ, ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാം, നീ അത് ചെയ്യ്. അങ്ങനെ മിണ്ടിപ്പറഞ്ഞ് ഇല്ലാത്തവനെയും പോലും അവര് ഒരു ഗതിയിലേക്ക് ആക്കണു. ആണോ അല്ലയോ? നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു പോയി ഒറ്റ പോക്കാണ്. അവനവന്റെ സ്വാർത്ഥം. എവിടെ നേരെയാവാൻ പോണു? നിങ്ങൾക്കും ഉണ്ട് ഈ പുസ്തകം വായിച്ചിട്ട് നേരെയാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത് ജീവിതം. 1200 പേരെയാണ് TCS കമ്പനി പറഞ്ഞു വിട്ടത്. എന്താ കാരണം? അവന് പുസ്തകജ്ഞാനേ ഉള്ളൂ, അവന് മാനസികമായി ലോഡ് എടുക്കാനുള്ളൊരു കഴിവില്ല. വെറുതെ പുസ്തകം പഠിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് എന്ത് കാര്യമുണ്ട്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇന്നിപ്പം അത്രയും കോമ്പറ്റിറ്റീവ് വേൾഡിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ ആ കോമ്പറ്റീഷനിലേക്ക് മനുഷ്യൻ ഇപ്പൊ നോക്ക്, 50% താരിഫ് വെച്ചു ട്രംപ്. അപ്പൊ തീർച്ചയായിട്ടും താരിഫ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യാനുള്ളത്? ഇതിന്റെ ടൈം പീരീഡ് കൂടുന്തോറും അത്രയും കൂടുതൽ ടാക്സ് ഇവര് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താണ്, 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണി 2 ദിവസം കൊണ്ട് ചെയ്യാൻ നോക്കും. അപ്പൊ അതിന്റെ താരിഫ് കമ്പാരിറ്റീവ്ലി 8 ദിവസത്തിന്റെ താരിഫ് കൊടുക്കണ്ട. അപ്പൊ ഈ പ്രഷർ ആർക്ക് കൊടുക്കും? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എനിക്ക് നിങ്ങൾ 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലി 10 ദിവസത്തിന്, ഒരു ദിവസത്തിന് നിങ്ങൾ ഇത്രയും ടാക്സേഷൻ ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പൊ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? 10 ദിവസം ചെയ്യേണ്ട അതെല്ലാം കൂടെ 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്ക്. അപ്പൊ എനിക്ക് 8 ദിവസത്തെ ടാക്സ് ഒഴിവാക്കി കിട്ടിയില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ ലോഡ് ആർക്കാ കൊടുക്കുക? ഈ ലോഡ് ആർക്ക് കൊടുക്കും? ഇവരുടെ എംപ്ലോയീസിന് കൊടുക്കും. നീ ഇത്രയും വേഗം ചെയ്ത അത് താങ്ങാനുള്ളൊരു, ലോഡ് എടുക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ ഇവനെ പിന്നെ ആ കമ്പനിയിൽ വെക്കുവോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? വിദ്യാഭ്യാസം മാത്രം മതിയോ? പോരാ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സമ്മർദ്ദങ്ങള്, ഓരോ രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടേ ഇനി ജോലി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ നോക്കൂ, 7 ദിവസം കൊണ്ട് സപ്താഹം ഞങ്ങൾ തീർക്കണം. അപ്പൊ ഈ 18,000 ശ്ലോകം വായിച്ചു തീർക്കണം. അതിൻ്റെ ഇടയിൽ പ്രഭാഷണം ചെയ്യണം. എന്റെ കൂടെ വായിക്കുന്ന ആചാര്യന്മാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് സമയം പ്രഭാഷണം ചെയ്യുന്നുണ്ട്. അത് അത്രയും ഞാൻ പറയുന്ന പ്രഭാഷണത്തിന്റെ കുറഞ്ഞ സമയം അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ അത്രയും ചാപ്റ്റേഴ്സ് അവര് കവർ ചെയ്യണം. നിങ്ങൾ സാധാരണ സപ്താഹത്തിന് പോകുമ്പോൾ വായന കുറേ കൂടുതലായിരിക്കും. കാരണം അവർക്ക് സമയം കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഇത്രയും സമയം പ്രഭാഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കുറേ കൂടി റിലാക്സ്ഡ് ആണ്. അപ്പം അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ വേണം വായിക്കാൻ. കാരണം ഈ ടോപ്പിക് മുഴുവൻ കവർ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു ലോഡ് എടുക്കുമ്പം അത്രയും ലോഡിന്റെ പ്രഷർ മറ്റൊരാൾക്ക്. അപ്പൊ അതിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഉണ്ടോ ഇല്ലയോ? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം നിങ്ങളോട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ തരത്തിൽ ലോകം ഒരു സമ്മർദ്ദത്തിന്റെ ലോകമാകുമ്പം അതിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക ശക്തി മനുഷ്യർക്ക് ഉണ്ടാവണം. അതിനാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. ചഞ്ചലം ഹി മനഃകൃഷ്ണ. 6-ാമത്തെ അധ്യായത്തിൽ 30 കണ്ടോ? ശ്ലോകം കണ്ടോ? ചഞ്ചലം മനഃകൃഷ്ണ. എന്താ ചഞ്ചലം? ഒരു ടെൻഷൻ വന്നാൽ മനസ്സെങ്ങനെ ഇരിക്കും? ഒരു വിഷമം വന്നാൽ മനസ്സടങ്ങിയിരിക്കുവോ? എന്താ മിണ്ടാത്ത നിങ്ങള്? ഒരു വിഷമം വന്നാൽ മനസ്സടങ്ങിയിരിക്കുവോ? ഇല്ല. അപ്പൊ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദീ ബലഭദ്രണം. പ്രമാദം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രമാദം എന്ന് മലയാളം തമിഴിൽ പറയാൻ നന്നായി എന്നാണ്. നല്ല സദ്യ നല്ല പ്രമാദമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ സംസ്കൃതത്തിൽ പ്രമാദം എന്ന് പറഞ്ഞാൽ
ഒരു ടെൻഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടെൻഷൻ വരുമ്പോൾ ഉത്കണ്ഠ കൂടും. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി വരും. ഭയങ്കരമായിട്ട് ഈ ആങ്സൈറ്റി ഭയമുണ്ടാക്കും. ഇതെങ്ങനെയാണ് ഞാൻ പറയൂ? ഒരു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി, പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന കുട്ടി, അതും മാത്സ് പേപ്പറാണെങ്കിൽ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവുമോ? ഇത്തിരി ടഫാണ് മാത്സ് എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവുമോ? ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. എന്താ ആങ്സൈറ്റി? ഞാൻ വിചാരിച്ച ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? അത് പേടി ഉണ്ടാക്കും ഉള്ളില്. ഉണ്ടാക്കൂ. ഈ തരത്തിലൊരു എന്താണ് പറയാ, ആങ്സൈറ്റിയാണ് ഇതിനെ പ്രമാദം എന്ന് പറയുന്നത്. അപ്പൊ ടെൻഷനോടൊപ്പം തന്നെ ആങ്സൈറ്റിയും കൂടെ തലയ്ക്കങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ പേടിയായി. ഈ പേടി അങ്ങോട്ട് എക്സ്ട്രീം ആകുമ്പോഴാണ് ചിലർക്ക് ഹാർട്ട് അടിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക് അടിക്കുന്നത്, പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് ഇന്റേണൽ ഓർഗൻസിനെ സാരമായി കേട് വരുത്തിയിട്ടുണ്ടാകും. ബി പി ഒക്കെ എന്ത് ചെയ്യും? ഹൈ ആവും. മനസ്സിലായില്ലേ? ബി പി ഹൈ ആകുമ്പം അത് ഹാർട്ടിനെ, ബി പി കൂടുമ്പോൾ ഹാർട്ടിനെ ബാധിക്കുമോ? ഇല്ല, ഹാർട്ടിനെ ബാധിക്കും. അത് മറ്റ് ഇന്റേണൽ ഓർഗൻസിനെയും ബാധിക്കും. അപ്പൊ ക്രമേണ ക്രമേണ ആളൊരു രോഗിയായി മാറി. മനസ്സിലാവുണ്ടോ? അപ്പം അർജുനൻ ചോദിക്കുക, ഇതിനെ ഞാൻ സത്യാഹം നിഗ്രഹം മന്യേ, ഇതിനെങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? കൃഷ്ണനോട്. നോക്കൂ നിങ്ങൾ, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുവെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? കൃഷ്ണൻ അർജുനന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് കൂടെ വന്നില്ല. പിന്നെ അർജുനന് പ്രാർത്ഥിച്ചാൽ പോരെ കൃഷ്ണനോട്, എന്റെ ടെൻഷൻ ഒന്ന് മാറ്റി തരുമെന്ന്? അർജുനൻ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്, ചോദിക്കുകയാണോ ചെയ്യുന്നത്? അപ്പം ചോദിക്കാനുള്ള കാരണം എന്താണ്? ഇത് കൃഷ്ണനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയാണോ വേണ്ടത്? പറയൂ. അതിന് ഉത്തരം നോക്കൂ. എന്താ കൃഷ്ണൻ പറയുന്നത്? അസംശയം മഹാബാഹു. ഈ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അസംശയം മഹാബാഹു മനോദുർനിഗ്രഹം ചലം. അർജുന, മനസ്സ് ടെൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല. പല കുട്ടികളും പരീക്ഷയിൽ തോറ്റുപോകാൻ കാരണം, ഇന്റർവ്യൂവിൽ തോറ്റുപോകാനൊക്കെ എന്താ കാരണം? ഈ ടെൻഷൻ തലയിൽ കയറിക്കഴിഞ്ഞാൽ, ആങ്സൈറ്റി തലയിൽ കയറിക്കഴിഞ്ഞാൽ, പേടി തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ബബ്ബബ്ബബ്ബ് പറയുന്നതൊന്നും ശരിയാവില്ല. ഒക്കെ തെറ്റി പറയും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ പോലെയോ പറയുന്നതൊന്നും പ്രോപ്പർ ആവില്ല. ഉദ്ദേശിച്ചതൊന്നും പറയുന്നത് വേറൊന്നുമായിപ്പോ. ഒരു തരത്തിലും കോർഡിനേഷൻ ഉണ്ടാവില്ല, ഇല്ലേ? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയാൾ ഉദ്ദേശിച്ചതൊന്നായിരിക്കും, പറഞ്ഞു വരുമ്പോൾ വേറൊന്നായിരിക്കും. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ എന്താ എനിക്കറിയില്ല. ഏതായാലും സരസ്വതി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ രാവണൻ അങ്ങനെ പഴച്ചുപോയി നാക്ക്. കേട്ടില്ലേ? രാവണൻ തപസ് ചെയ്ത് നിർദ്ദേവത്വം വേണമെന്നാ പറയേണ്ടത്. അല്ല, രാവണല്ല, കുംഭകർണൻ. എന്താണ് നിർദ്ദേവത്വം? ദേവന്മാരൊന്നും എന്നെ കൊല്ലരുത്, ദേവന്മാരൊന്നും കൊല്ലരുത് എന്ന്. കുംഭകർണൻ എവിടെ നിന്നായിരുന്നു എന്ന് എനിക്കറിയില്ല. തിരുമ്പാവൂരുകാരാവാൻ വഴിയില്ല. വരം ചോദിച്ചപ്പോ നാക്ക് ഒഴിച്ചു. എന്താ ചോദിച്ചത്? ആ, നിദ്രാവത്വം ദേഹി എന്ന്. കേട്ടുടനെ ബ്രഹ്മ പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. നീ കടന്നെ ഉറങ്ങുന്നത്. അങ്ങനെയാണ് നിർദ്ദേവത്വമൊക്കെ കൂടെ. നിർദ്ദേവത്വം ദേഹി എന്ന് ചോദിക്കുന്നതിന് പകരം നിദ്രാവത്വം, എനിക്ക് എപ്പോഴും ഉറങ്ങാൻ പറ്റണം എന്ന്. മനസ്സിലായില്ലേ? ഈ തരത്തിൽ നാക്ക് പഴിച്ച്. കാരണം പരിഭ്രമം വന്നു, വെപ്രാളം വന്നു. വെപ്രാളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ? വെപ്രാളം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നറിയില്ല. പാല് തിളച്ച് പോകുമ്പോൾ വെപ്രാളം വന്നാൽ എന്താ ചെയ്യുക? ആ തിളച്ച പാല്, അയ്യോ പാല് പോയല്ലോ എന്ന് പറഞ്ഞ് എടുത്തു വെക്കുവോ, അത് ഗ്യാസ് ഓഫ് ചെയ്യുവോ? സത്യത്തിൽ ആ സമയത്ത് എന്താ ചെയ്യുക? നുണ പറയരുതേ. ഗ്യാസ് ഓഫ് ചെയ്യുക, അതോ തിളച്ച പാൽ എടുത്തു വെക്കാൻ നോക്കൂ?
പാല് തിളച്ച് പോകുന്ന സമയത്ത് ആ വെപ്രാളം തലയ്ക്ക് കയറിയാൽ പാലെടുത്ത് വെക്കാൻ പറ്റുമോ നോക്കൂ, അതോ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് എന്താ വരിക? നിങ്ങൾ ഒരു ഗ്യാസ് ഓഫ് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? എങ്ങനെങ്കിലും അപ്പോഴാണ് കൈയും കാലും ഒക്കെ പൊള്ളിയിട്ടുണ്ടാവുക. ആ സമയത്ത് ചെറിയൊരു ബോധം വരണം. ആദ്യം ഇതൊന്ന്, എന്നാ നിങ്ങൾ സമാധാനമായിട്ടാണ് ചെയ്യുന്നെങ്കിലോ, ഇത്തിരി സമാധാനത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നെങ്കിലോ ഗ്യാസ് ഓഫ് ചെയ്യും. പക്ഷെ വെപ്രാളം വന്നാൽ ഗ്യാസ് ആണ് ഓഫ് ചെയ്യേണ്ടത് എന്ന കാര്യം. അപ്പം വെപ്രാളം വന്നു കഴിഞ്ഞാൽ തലയിൽ പറയാം, അയ്യോ പാലിനെന്താ വില, പാലിനെന്താണ് ഇവിടുത്തെ വില, ഇത് കളയാൻ പാടുന്നുണ്ട്. പക്ഷെ ഇത് അപകടം ഉണ്ടാക്കുന്ന അറിയില്ല. അതാണ് വെപ്രാളത്തിന്റെ സ്വഭാവം. അർജുനനോട് പറയാണ്, അസംശയം മഹാബാഹോ ദുർദിഗ്രഹം ജലം അഭ്യാസേനത് കൗന്ദയ. വാക്കാണ് അടിവരേണ്ടത്. അഭ്യാസം, പ്രാർത്ഥനയല്ല വേണ്ടത്, പരിശീലനമാണ് വേണ്ടത്. അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അഭ്യാസം ചെയ്യാ, നിത്യാഭ്യാസി. ആനയെടുക്കുന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞത് അഭ്യാസം ചെയ്യൂ, പരിശീലിക്കൂ എന്നാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് അതാണോ ചെയ്യിക്കുന്നത്? എന്താ വേണ്ടാതിരിക്കുന്നത് നിങ്ങള്? കുട്ടികളെ കൊണ്ട് അതാണോ ചെയ്യിക്കുന്നത്? അതാ പറഞ്ഞത്, ഹിന്ദു മതത്തിൽ നമ്മൾ വളരെ പുറകിലായി പോയി. ഇതൊന്നും പഠിച്ചില്ല നമ്മൾ. മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള ഗുണം കിട്ടിയത് അവർക്ക് അവരുടെ ഖുർആൻ പഠിക്കാൻ ഒരു അവസരം കിട്ടി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബൈബിൾ പഠിക്കാൻ. അപ്പൊ എന്താ കിതാബിൽ എഴുതിയെന്ന് അവർക്ക് മനസ്സിലാവും. ഒരു പുസ്തകവും പഠിക്കേണ്ടതില്ലാത്ത ഒരു വർഗത്തിന്റെ പേരാണ് ജന്തു. അതാണിപ്പോ നമ്മുടെ പേര് ശരിക്കും. നോക്കൂ, നിങ്ങൾ അങ്ങനെ കുട്ടികളെ വഴിതെറ്റിച്ചു. ഇതിലൊരു മാറ്റം ഉണ്ടാക്കണോ? വേണോ വേണ്ടയോ? നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊരു അവബോധം വേണ്ടേ? വേണോ വേണ്ടയോ? ക്രമേണ നമ്മൾ അതിലേക്ക് ഉയരണം. കാരണം ഇനിയുള്ള കാലം ഈ പാവം കുട്ടികൾ ഇറങ്ങി പുറപ്പെടുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. മനസ്സിലായില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു പുതിയ ടെക്നോളജി, അതെത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടും എന്നത് ഒരു പിടിയില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ രൂപം വെച്ച് അതേ ശബ്ദത്തിൽ സംസാരിക്കുന്ന, പണ്ട് മാരീജൻ രാമന്റെ പേര്, ലക്ഷ്മണന്റെ ഒക്കെ പേര് വിളിച്ചില്ലേ? അന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാൽമീകി ഉണ്ടാക്കിയിരുന്നു, മാരീജനിലൂടെ. ഇന്നിപ്പോ പുതിയ ഈ ടെക്നോളജിയിൽ മനുഷ്യനെ അതേപോലെ അനുകരിപ്പിക്കാൻ സാധിക്കും. അതേതൊക്കെ ചതിയിലും വഞ്ചനയിലുമാണ് വരിക എന്നത്. രാമായണത്തിലാണ് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചത്, ഇല്ലേ? അവിടെ ഗൗതമൻ പുറത്തു പോയ സമയത്ത് ഇന്ദ്രൻ ഗൗതമന്റെ രൂപത്തിൽ വന്നു. ആരുമായി സംഗമിച്ചു? ആദിത്യ. അതെ, ആദിത്യയാണ്. ഗൗതമൻ മഹർഷി പുറത്തു പോയപ്പോ ഗൗതമന്റെ രൂപത്തിൽ അതേ ശബ്ദത്തിൽ ഒരാൾ അകത്തേക്ക് വന്നു. ആര്? ഇന്ദ്രൻ. അറിയാലോ ആരടുത്തേക്ക്? അഹല്യയുടെ അടുത്തേക്ക്. പാവം അഹല്യ കരുതി ഇന്ദ്രൻ തന്റെ ഭർത്താവാണെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് ഇത് AI ആയിരുന്നു എന്നുള്ളത്. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാമായണത്തിലാണ്. ഏതായാലും ഇത്തരം അത്ഭുതങ്ങളൊക്കെ നോക്കും അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു കാലഘട്ടമാണ്. അന്ന് എഴുതി വെച്ചത്, 5000 വർഷം മുമ്പ് എഴുതി വെച്ചത് ഇന്ന് സംഭവിക്കുമെന്ന് 101% തെളിയിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലല്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിൽക്കട്ടെ, അത്രയും മതി. ഇനി എല്ലാവരും നിവർന്നിരിക്കുക. ഒത്തിരി സമയം അധികം എടുത്തു, എന്നാലും കുഴപ്പമില്ല. നിവർന്നിരിക്കുക. പ്രാണായാമം, ഓംകാരം, ഇത് ശീലമാക്കണേ നിങ്ങൾ ഒരു ആശുപത്രിയിലും പൈസ കൊടുക്കേണ്ടി വരില്ല. കൊണ്ടത് വന്നാൽ കുറെ സ്ട്രെസ്സൊക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും മൈൻഡിൽ. എന്താ വേണ്ടത്? കാല് രണ്ടും നിലത്ത് പതിച്ച് വെക്കുക, ചേർത്ത്. ഇങ്ങനെ അകറ്റി വെക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. കാല് രണ്ടും നിലത്ത് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട്. നിങ്ങളുടെ ഹീല് നിലത്ത് തൊടണം, നിങ്ങളുടെ ടോസ് നിലത്ത് തൊടണം. അങ്ങനെ നിങ്ങൾ നിവർന്നിരിക്കും. മാക്സിമം നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എത്രത്തോളം അരക്കെട്ട് ഉയർത്തിയിരിക്കാൻ പറ്റും അത്രയും അരക്കെട്ട് ഉയർത്തി മാക്സിമം
ഹിപ്പ് ഒരു കാരണവശാലും താഴരുത്, അത്രയും പൊക്കിയിരിക്കണം. ഷോൾഡർ ഭാഗമൊക്കെ നല്ല റിലാക്സ് ചെയ്യണം. ആ ഇരിപ്പ് തന്നെ നിങ്ങളൊന്ന് ശീലത്തിലെടുക്കണം. നെഞ്ചു ഭാഗം, കഴുത്ത് ഇതൊക്കെ റിലാക്സ് ചെയ്ത് അരക്കെട്ട് മാക്സിമം പൊങ്ങി അങ്ങനെ ഇരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്തിരിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ണടച്ച് നോക്കുക. നിങ്ങൾ പുറകോട്ട് ചായുന്നുണ്ടോ, മുന്നോട്ട് പോകുന്നുണ്ടോ, ഓവർ വെയിറ്റ് കൊടുക്കുന്നുണ്ടോ. കംപ്ലീറ്റ് റിലാക്സ് ചെയ്യും. മൈൻഡ് കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യുക. മൈൻഡിന് ഒരു ഭാരം കൊടുക്കുക. എന്നാൽ അരക്കെട്ട് നല്ലവണ്ണം നിവർന്നിരിക്കുകയും വേണം. അങ്ങനെ ഇരുന്ന് നെഞ്ചുകൊണ്ട് ശ്വാസം എടുക്കുക. നെഞ്ചിൽ പിടിച്ചു വയ്ക്കുക. പതുക്കെ വയറ് ഉള്ളിലേക്കൊന്ന് വലിക്കുക. നെഞ്ചു പതുക്കെ താഴേക്ക് നിൽക്കുക. എന്നിട്ട് വയറ് വീണ്ടും മുകളിലേക്കൊന്ന് വയറുയർത്തുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഉള്ളിൽ വീണ്ടും ശ്വാസം എടുക്കുക. നെഞ്ചുകൊണ്ട് നെഞ്ച് പതുക്കെ ഉയർത്തുക. നിങ്ങളുടെ ലങ്സ് പൊങ്ങി വരുന്നത് നിങ്ങൾ ഫീൽ ചെയ്യണം. എത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റും അത്ര എടുത്ത് നെഞ്ചിൽ പിടിച്ചു നിർത്തുക. പതുക്കെ നേരത്തെ ചെയ്തതുപോലെ വയറ് ഉള്ളിലേക്ക് വലിക്കണം. വയറൊന്ന് മേലോട്ടും പതുക്കെ നെഞ്ച് താഴോട്ട് ഇറക്കി. എന്നിട്ട് വേണം വയറുള്ളിലേക്ക് മുകളിലേക്ക് വലിക്കാൻ. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും നെഞ്ച് പതുക്കെ ഉയർത്തി ശ്വാസം എടുക്കുക. വയറ് ഉള്ളിലേക്ക് കൊണ്ടുപോകണം. നെഞ്ച് പതുക്കെ ഇറക്കണം. വയറൊന്ന് മുകളിലേക്ക് ഉയർത്തി ആഴ്ന്ന ശ്വാസം പുറത്തേക്ക് വലിച്ചെടുത്ത് കളയണം. ഇങ്ങനെ ഒരു 7-8 പ്രാവശ്യമൊക്കെ അങ്ങനെ ഡെയിലി ചെയ്യുക. നമ്മൾ സമയത്തിന്റെ കുറവുകൊണ്ട് അത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ സാവകാശം ചെയ്യാവുന്നതാണ്. ഇനി ഓങ്കാരം ചൊല്ലാം. ഇവർന്നിരുന്ന് നീട്ടി ചൊല്ലണം. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കുക. ഒരുമിച്ച് ചൊല്ലാം, നീട്ടി ചൊല്ലണം. ഓ അരക്കെട്ട് നിവർന്നിരിക്കണം. കഴുത്ത് ഷോൾഡറൊക്കെ ലൂസാക്കിക്കണം. മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന മന്ത്രം ചൊല്ലുക. ഒരു 10-11 തവണയെങ്കിലും ചൊല്ലുക. തന്നെ നിരീക്ഷിക്കുക. ആ ഇരിപ്പ് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു ഭാരം കൂടുതൽ തോന്നുന്നില്ല എന്ന് ഫീൽ ചെയ്യണം. അരക്കെട്ട് കുനിഞ്ഞിരിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ഷോൾഡർ ഭാഗത്തൊന്നും ഭാരം കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ ഇരിപ്പൊന്ന് ശരിയാക്കുകയും വേണം. ആ സമയത്ത് നാമം ജപിക്കണം. വീണ്ടും ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്കെടുക്കുക. ഒരുമിച്ച് ഓങ്കാരം നീട്ടിച്ചൊല്ലണം. നെഞ്ചൊന്ന് ഉയർത്തി ഓമെടുത്ത് പതുക്കെ നെഞ്ച് താഴോട്ട് ഇറക്കി നട്ടെല്ല് പതുക്കെ പതുക്കെ ഉയർത്തി കണ്ടിന്യൂ ചെയ്യണം ഓങ്കാരം. ഓ ഷോൾഡർ ഭാഗമൊക്കെ അയവരുത്തണം. അരക്കെട്ട് നിവർന്നിരിക്കണം. ആ ഇരിപ്പ് തന്നെ ഒരു സുഖമായിട്ട് അങ്ങനെ
ഫീൽ ചെയ്യണം. സ്വസ്ഥമായിട്ട് ഇരിക്കണം. കുനിഞ്ഞിരിക്കുകയും ചെയ്യരുത്. അത് കംഫർട്ടബിൾ ആണ്, അത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. കുനിഞ്ഞിരിക്കരുത്. നല്ലവണ്ണം നട്ടല് ഉയർത്തിയിരിക്കണം. എന്നാൽ ഷോൾഡർ, നെഞ്ചുഭാഗമൊക്കെ അയവ് വരുത്തണം. ഈ ഇരിപ്പാണ് നമ്മൾ ശീലിച്ചെടുക്കേണ്ടത്. മറ്റത് നമുക്ക് എളുപ്പമാണ്, കുനിഞ്ഞിരിക്കാൻ. അതല്ല വേണ്ടത്, അത് ചെയ്യരുത്. മാക്സിമം നട്ടല് ഉയർന്നിരിക്കട്ടെ, നിവർന്നിരിക്കട്ടെ. നട്ടലിന് ഒരു തരത്തിലും കുനിഞ്ഞിരിക്കാനുള്ള പ്രവണത അനുവദിക്കരുത്. ഉള്ളിൽ ചൊല്ലേണ്ട നാമം, അതായത് നിങ്ങളുടെ അടിസ്ഥാന മന്ത്രം, നിങ്ങൾ എന്താണോ ചൊല്ലിപ്പഠിച്ചത് അത് ചൊല്ലണം. വീണ്ടും ശ്വാസം എടുക്കുക നല്ലവണ്ണം. ഓങ്കാരം ചൊല്ലുമ്പോൾ ആദ്യം നെഞ്ചുയർത്തണം, പിന്നെ പതുക്കെ നെഞ്ച് താഴേക്ക് ഇറക്കി നട്ടല് പതുക്കെ പതുക്കെ ഉയർത്തണം. പെട്ടെന്നൊന്നും ചെയ്യരുത്, എല്ലാം സാവകാശം. തുടങ്ങാം. ഓ അരക്കെട്ട് നിവർന്നിരിക്കണം. ഷോൾഡർ ഭാഗമൊക്കെ നല്ലായി വരും. നിങ്ങളിലെ ബോധമാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ അനുഗ്രഹിക്കുന്നത്. ഒരു സ്വതന്ത്രമായ പൂർണ്ണമായ ബോധത്തിലിരുന്നു കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളത്ര ആ ബോധത്തോട്, ഭഗവാനോട്, പരമാത്മാവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കടപ്പാട്, ഒരു നന്ദി നമ്മൾ കാണിക്കണം. ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ ശക്തിയല്ല. ചൊല്ലി നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തിന്റെ കുറവുകളുണ്ട്. ഉണ്ടങ്ങളൊക്കെ ഏറ്റിയിടണം. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. കൈ നല്ലവണ്ണം ഒന്ന് തിരുമ്മി കണ്ണ്, മുഖം രണ്ടു വശത്തേക്ക് തുടച്ച്
മുഖമൊക്കെ നല്ലോണം തുടച്ച് കൈവിരലുകൾക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് വിരലിനാണ് കൂടുതലൊരു ഫോഴ്സ് കൊടുക്കുന്നത്. ഒരു ഹാർട്ടിലേക്കൊക്കെയുള്ള പമ്പിങ്, ലങ്സ്, ലിവർ ഇതൊക്കെ ആക്റ്റീവ് ആക്കുക. ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപമിഷമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപമിഷമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാക്കും നിർവാണ സുഖം കേട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാക്കും നിർവാണ സുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാക്കും ഈശ്വരിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കേട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ധ്യാനജപാദികൾ ചെയ്തീരാക്കൊൻ ആനന്ദാമൃതമുണ്ണില്ല. ജ്ഞാനജപാദികൾ ചെയ്തീരാത്തോൻ ആനന്ദാമൃതമുണ്ടില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കേട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞേരാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കേട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നേരിട്ട
ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാകും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാകും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഹരിയുടെ കാലിൽ വീഴാതാകും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാകും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനാം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനാം ഭഗവാനേ. അറിവില്ലാത്തവരാണേ ഭഗവാനേ, അറിവില്ലാത്തവരാണേ ഭഗവാനേ. പിഴകൾ പൂറുക്കേണം ഭഗവാനേ, പിഴകൾ പൊറുക്കേണം ഭഗവാനേ. മരണം വരെയും നിൻ തിരുനാമം, മരണം വരെയും നിൻ തിരുനാമം, മരണം വരെയും നിൻ തിരുനാമം, മരണം വരെയും നിൻ തിരുനാമം. മനനം ചെയ്യണം ഭഗവാനേ, മനനം ചെയ്യണം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണാഗത വത്സലനാം ഭഗവാനേ. മദനഹര സൂനോ ഭഗവാനേ, മദനഹര സൂനോ ഭഗവാനേ,
മധുസൂദന സൂത ഭഗവാനേ മകരജ്യോതിയം ഭഗവാനേ മകരജ്യോതിയാം ഭഗവാനേ മകരജ്യോതിയം ഭഗവാനേ മകരജ്യോതിയാം ഭഗവാനേ മമ ജീവൻ പ്രാണനം ഭഗവാനേ മമ ജീവൻ പ്രാണനം ഭഗവാനേ ശരണം ഭഗവാനേ ശരണാഗത വത്സലനം ഭഗവാനേ ശരണം ശരണം ഭഗവാനേ ശരണാഗത വത്സലനം ഭഗവാനേ കരിമുഖ സഹജനം ഭഗവാനേ ഹരിമുഖ സഹജനം ഭഗവാനേ കലിയുഗ വരദാനം ഭഗവാനേ കലിയുഗ വരദാനം ഭഗവാനേ കർപ്പൂര ജ്യോതിയം ഭഗവാനേ കർപ്പൂര ജ്യോതിയാം ഭഗവാനേ കർപ്പൂര ജ്യോതിയം ഭഗവാനേ കർപ്പൂര ജ്യോതിയാം ഭഗവാനേ കൈതോളം കൈതോളം ഭഗവാനേ കൈതോടാം കൈതോടാം ഭഗവാനേ ശരണം ശരണം ഭഗവാനേ ശരണാഗത വത്സലനം 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 ഭഗവാനേ സ്വാമി ശരണമയ്യപ്പ 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 പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലണം. സംസാരസാഗരേ മഗ്നം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാ മാമുദ്ധര ഭവാർണവാ ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ ശുകരൂപ പ്രബോധജ്ഞ ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്ര വിശാരദ
കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ മദജ്ഞാനം വിനാശയ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം രാധാരമണ മുകുന്ദ മുരാരേ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം തവ ചരണയുഗം 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യേതൊന്വയാദിതച്ചാത്വേഷ തേനേ ബ്രഹ്മഗതായാദിവേ മുഖ്യന്തിൽ സൂര്യ തേജോ വാരിമതാമിതാ വിനിമയോ ഇത്ര സൃഗോംഷ നാംനാസേന സദാ നിരസ്തകോം സത്യം പരം ധീമഹി ധർമ്മ പ്രോച്ചിത കൈതപുത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസവം വത്സ്യപദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരീശ്വര സദ്യോ ശുശ്രൂഷിവിത്തക്ഷണാ നിഗമകൽപതരോഗലിതം ഫലം സുഖമുഖാദമതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുകുരഘോരസികാപുവിഭാവുകാം യം പ്രഭ്രന്തമനുവേദമവേദകൃത്യം വായനോ വിരഹകാതരാജുഗാവ പുത്രേത് തന്മേതയാദരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിം മാനതോസ്മി യസ്മാനുഭാവമഖിലസുസാരമേകമധ്യാത്മദീപമതിദിദിക്ഷതന്തമുന്തം സംസാരിണം കരുണയാ കപുരാണഗുഹ്യം തം വ്യാസൂനോപയാമി ഗുരും മുനീനാം നാരായണ നമസ്കൃത്യ നരം ജീവനരുത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണേശായ നമഃ. ശ്രീമദ്ഭാഗവതം
ദശമസ്കന്ധം 8-ാം അധ്യായം ഭഗവാന്റെ നാമകരണം, ബാലലീലകൾ തുടങ്ങിയ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. മോണിറ്റർ കുറച്ച് കൂട്ടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഷ്ടമോऽധ്യായ. ശ്രീശുക ഉവാച. ഗർഗപുരോഹിതോ രാജൻ യദൂനം സുമഹാതപാഃ വ്രജം യദാമനന്ദസ്യ വസുദേവ പ്രചോദിതാ തം ദൃഷ്ട്വാ പരമപ്രീതപ്രത്യുത്ഥായ കൃതാഞ്ജലി ആനർച്ചാധോക്ഷജധിയാ പ്രണീപാദപുരസ്സര സോപവിഷ്ടം കൃതാദിഥ്യം ഗിരാസോ നൃതയാമുനിം നന്ദയിത്വാ ബ്രവീൽ ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമകം മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ